എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കുറേ നാളായിട്ട് സമയം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് 2 വർഷമായിട്ടുണ്ട്. അത് ഈയിടെയായിട്ട് വളരെയധികം ആ ഒരു ഫീലിംഗ് കൂടിയിട്ടുണ്ട്. കാരണം ഒരു ജോലി ചെയ്യാനും സമയമില്ല. സമയം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആ ദിവസം തീരണത് അറിയുന്നില്ല. അപ്പം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിനെപ്പറ്റി ചോദിക്കാം എന്ന് വിചാരിച്ച് ചാനലിങ് ചെയ്തപ്പോൾ, ഞാൻ സാധാരണ ചാനൽ ചെയ്യുമ്പോൾ ഞാൻ സ്പിരിറ്റ്സിനെ ഇങ്ങനെ വിളിക്കും. സപ്പോർട്ടീവായിട്ടുള്ള സ്പിരിറ്റ്സ് ആരാണെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വന്നത് ഷിർദി സായിബാബയാണ്. എനിക്ക് ഷിർദി സായിബാബയായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്തനോ അങ്ങനെ ഒന്നുമല്ല. കുറേ നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാനൽ ചെയ്യുമ്പോൾ ഷിർദി സായിബാബ വരാറുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആവുമ്പോൾ ടൈം എന്ന് പറഞ്ഞൊരു ഇല്യൂഷനാണ്. അതിൻ്റെ ഒരു ഫീലിംഗ്, ലൈക്ക് ഫ്രീക്വൻസി ഹൈ ആവും തോറും ടൈമിൻ്റെ സ്പീഡിൽ ടൈം മൂവ് ചെയ്യുന്നതായിട്ടൊരു ഫീലിംഗ് നമുക്ക് വരും. അപ്പോൾ 2 കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, എൻ്റെ ഫ്രീക്വൻസി ഹയർ ആയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ടൈം ഫാസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് തിങ്, ഭൂമി തന്നെ അസെൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹയർ ഡയമെൻഷനിലേക്ക്, ഹയർ വൈബ്രേറ്ററി സ്റ്റേറ്റിലേക്ക് ഭൂമി നീങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭൂമിയിൽ തന്നെ ടൈമിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോവർ വൈബ്രേഷനിൽ ടൈം സ്ലോലി മൂവ് ചെയ്യും. വൈബ്രേഷൻ ഹൈ എത്തും തോറും, ഇപ്പം നമ്മൾ സ്വർഗം എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്സിൽ ഹയർ വൈബ്രേഷനാണ്. ആ ഹയർ വൈബ്രേഷനിൽ ടൈമിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്പീഡ് കൂടി അങ്ങേയറ്റത്തെ സ്പീഡ് വരുമ്പോൾ ടൈം ഇല്ലാതെയാവും, ഇല്ലേ? അതാണ് നമ്മൾ ഹയർ സ്റ്റേറ്റ്സിലേക്ക് എത്തുമ്പോഴത്തേന് ടൈംലെസ് സ്റ്റേറ്റ്സിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് തന്ന മെസ്സേജ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്കും പലർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കിത് കുറേ നാളായിട്ട് ഇങ്ങനെ തോന്നുമായിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ചാനൽ ചെയ്തൊരു ചോദ്യമായിട്ട് ചോദിച്ചില്ലായിരുന്നു. ഇന്നാണ് ഞാൻ ഇരുന്നപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി ചാനൽ ചെയ്യാനുള്ള ട്രയൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആൻസേഴ്സ് വരുന്ന ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വന്നൊരു ആൻസറാണിത്. താങ്ക് യു ഫോർ ലിസണിങ്.